ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഐസായി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ടൊരിടത്ത് ഒരു അമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങളായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്, ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതിയെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയാണെന്ന് വിളിച്ചതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? അമ്മ മറുപടി പറഞ്ഞു, ഞാനൊരു പാട്ട് പാടും, ആ പാട്ട് കേട്ട് വാതിൽ തുറന്നാൽ മതി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന അമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, എന്നെ ഉള്ളിൽ കയറ്റുവിൻ. അമ്മ തീറ്റ തേടാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിലടച്ചു സാക്ഷിയിട്ടു. ഇതെല്ലാം കേട്ടുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള വലിയ ഞാവൽ മരത്തിൻ്റെ മറവിൽ ഒരു കള്ളക്കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ പോയി തീറ്റ തേടാൻ പോയപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കള്ളക്കുറുക്കൻ വന്നാണ്ട് വീടിൻ്റെ മുമ്പിൽ വന്നു പാടി, പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന അമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, എന്നെ ഉള്ളിൽ കയറ്റുവിൻ. കുഞ്ഞുങ്ങൾ ഇത് കേട്ടതും വാതിൽ തുറന്നു. കള്ളക്കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ഓടാൻ തുടങ്ങി. കള്ളക്കുറുക്കൻ കുഞ്ഞുങ്ങളെ വിഴുങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ കയ്യിൽ തീറ്റയുമായി വന്നു. എന്നിട്ട് വന്നു പാടി, പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന അമ്മതൻ പൂക്കളെ, സാക്ഷായെടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, എന്നെ ഉള്ളിൽ കയറ്റുവിൻ. വാതിൽ തുറന്നില്ല. അമ്മ തള്ളി നീക്കി. അപ്പോൾ അമ്മക്ക് മനസ്സിലായി, ഇത് കള്ളക്കുറുക്കനാണ് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടതെന്ന്. കാരണം ഞാവൽ മരത്തിൻ്റെ മറവിൽ കുറേ ചളിയുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയാണ്ടാണ് കള്ളക്കുറുക്കൻ വന്നിരുന്നത്. അമ്മ കാൽപ്പാടുകൾ നോക്കിപ്പോയി. അപ്പോൾ കുറുക്കൻ്റെ അടുത്തെത്തി. കുറുക്കൻ അമ്മയെ കണ്ടതും ഭയന്നോടാൻ തുടങ്ങി. അമ്മ കുറുക്കൻ്റെ വയറിൽ ഒറ്റ ചവിട്ട്. അതിൽ കുറുക്കൻ്റെ വയറ് പൊട്ടി. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അമ്മയാടും കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് കൂട്ടുകാരെ, നമ്മൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? ഏതാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. നന്ദി.